ഹലോ മക്കളെ, അക്ഷയ് സാറാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ പഠന കഴിവുകളെ മെച്ചപ്പെടുത്താനും അത് ഉയർത്തി സ്റ്റേറ്റ് ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാമിനേഷനെ കുറിച്ച് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ട്. ആ ഒരു എക്സാമിനേഷനെ കുറിച്ച് സംസാരിക്കാനാണ് സാർ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. കേരള യങ് ജീനിയസ് എക്സാമിനേഷൻ. ഈ എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് സാർ ഒന്ന് വിവരിക്കാം. ഈ ഒരു എക്സാമിനേഷൻ 3 ലെവലുകളിലായിട്ടാണ് നടക്കുക. ആദ്യത്തെ ലെവൽ സ്കൂൾ ലെവലാണ്. നിങ്ങളുടെ സ്കൂളുകളിൽ തന്നെയായിരിക്കും എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. 25 ചോദ്യങ്ങൾക്ക് ഒബ്ജക്റ്റീവാണ്. 25 ചോദ്യങ്ങൾ 100 മാർക്ക്, അതായത് ഓരോ ചോദ്യങ്ങൾക്കും 4 മാർക്ക് വീതമാണ് ഫസ്റ്റ് ലെവൽ എക്സാമിന് ഉണ്ടാവുക. ഒബ്ജക്റ്റീവ് ആയിരിക്കുമെന്ന് സാറ് നേരത്തെ പറഞ്ഞു. ഈ ഒരു ലെവൽ ക്വാളിഫൈ ചെയ്യുന്ന മക്കൾക്ക് നെക്സ്റ്റ് ലെവൽ, അതായത് സോണൽ ലെവലിലേക്ക് സെലക്ഷൻ കിട്ടുന്നതായിരിക്കും. കേരളത്തിലെ 3 സോണുകളാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. സോണുകളെ കുറിച്ച് സാറ് വിശദമായി തന്നെ പറയാം. ഈ 3 സോണുകളിൽ വെച്ച് നടക്കുന്ന എക്സാമിനേഷനും ഒബ്ജക്റ്റീവ് തന്നെയാണ്. 75 ചോദ്യങ്ങൾ നമുക്കുണ്ട്. 300 മാർക്കിൻ്റെ ചോദ്യങ്ങൾ 180 മിനിറ്റ് കൊണ്ടാണ് നിങ്ങൾ എഴുതിയെടുക്കേണ്ടത്. സോണുകളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞു 3 സോണുകളുണ്ട്. നോർത്തേൺ സോൺ, സെൻട്രൽ സോൺ ആൻഡ് സദേൺ സോൺ. അതിൽ നോർത്തേൺ സോണിൽ വരുന്നത് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്. ഇനി സെൻട്രൽ സോണിലേക്ക് വരുമ്പോൾ പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം. സദേൺ സോണിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട. ഈ ജില്ലക്കാർക്ക് വേണ്ടിയിട്ടാണ് സദേൺ സോൺ ഒരുക്കിയിരിക്കുന്നത്. സോണൽ എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒബ്ജക്റ്റീവ് തന്നെയാണ്. ഇതിലും ക്വാളിഫൈ ചെയ്യുന്ന മക്കൾ അവസാന ഘട്ടത്തിലേക്ക് തയ്യാറെടുക്കേണ്ടതുണ്ട്. അവസാന ഘട്ടത്തെ അല്ലെങ്കിൽ ഫൈനൽ ഫേസ് അല്ലെങ്കിൽ ഫൈനൽ ലെവലിലേക്ക് വരുമ്പോൾ എക്സാമിനേഷനിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അവിടെ നമ്മൾക്ക് വരുന്ന ചോദ്യങ്ങൾ സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അവസാന സോണിലേക്ക് വരുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് 30 ചോദ്യങ്ങളാണ്. 120 മാർക്കിനുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവിടെ നേരിടേണ്ടി വരും. ചോദ്യങ്ങളിൽ ഒതുങ്ങുകയല്ല, അത് കഴിഞ്ഞ് ഒരു ഇൻ്റർവ്യൂ വൈവ സെഷൻ കൂടി ഉണ്ടാവും. എക്സ്പേർട്ട് പാനൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, സബ്ജക്റ്റ് എബിലിറ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പാനൽ, സ്പെഷ്യൽ പാനൽ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഇതിലും നിങ്ങൾ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ മികച്ച സമ്മാനങ്ങളും അതോടൊപ്പം തന്നെ അനവധി സ്കോളർഷിപ്പും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഈ ഒരു അവസരം തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. മികച്ച രീതിയിൽ നിങ്ങളുടെ കഴിവ് ഷോക്കേസ് ചെയ്യാൻ ഈ ഒരു അവസരത്തെ എല്ലാവരും പ്രയോജനപ്പെടുത്തുക. മക്കളെ, മറ്റൊരു കാര്യം പറയാനുള്ളത്, ഏത് ഭാഗങ്ങളാണ് പഠിക്കേണ്ടത്? ഈ ഒരു എക്സാമിന് നമ്മൾ എന്തായാലും പ്രിപ്പറേഷൻ അനിവാര്യമാണ്. പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന CBSE മക്കളാണ്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് നിങ്ങളുടെ തൊട്ട് മുന്നത്തെ വർഷം, അതായത് 8ാം ക്ലാസ്സിലെ കാര്യങ്ങൾ, 8ാം ക്ലാസ്സിലെ ടോപ്പിക്സ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ മുന്നത്തെ ഗ്രേഡിലുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുക. എക്സാമിനേഷന് നമ്മൾ കവർ ചെയ്യേണ്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നമ്മുടെ സയൻസിൽ നിന്നും, അതുപോലെ തന്നെ മാത്സ് പ്ലസ് മെൻ്റൽ എബിലിറ്റി കൂടി ഒരു എക്സാമിനേഷന് സ്ഥാനമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. ഇനി ഈ എക്സാമിൻ്റെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, നെഗറ്റീവ് മാർക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഭാവിയിൽ പല എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്ന മക്കളാണ് നിങ്ങൾ. ഇത്തരത്തിൽ ഭാവിയിലുള്ള ഏതൊരു എൻട്രൻസ് എക്സാമിനേഷൻ എടുത്താലും ആ ഒരു എൻട്രൻസ് എക്സാമിനേഷന് നെഗറ്റീവ് മാർക്ക് എന്നുള്ളൊരു സ്കീമിംഗ് ഉണ്ട്. അതേ സ്കീം തന്നെയാണ് കേരള യങ് ജീനിയസ് എക്സാമിനേഷൻ്റെ പ്രത്യേകതയും. അതായത് ഞാൻ ആദ്യം പറഞ്ഞ പല എക്സാമുകൾക്കും 4 മാർക്ക്, ഒബ്ജക്റ്റീവിൻ്റെ കാര്യം പറഞ്ഞു, 4 മാർക്ക്, ശരി ഉത്തരത്തിന് 4 മാർക്ക് ലഭിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ ഉത്തരം തെറ്റിക്കുകയാണെങ്കിൽ അവിടെ 1 മാർക്ക് നെഗറ്റീവാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിനേഷൻ ഭാവിയിലേക്കുള്ള നിങ്ങളുടെ എൻട്രൻസ് എക്സാമിനേഷൻ ഒരു മുതൽക്കൂട്ട് ആവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മികച്ച രീതിയിൽ തന്നെ നിങ്ങൾ എല്ലാവരും ഈ ഒരു എക്സാം എഴുതുക. കൂടുതൽ വിവരങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിലേക്ക് വിസിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ്സും കാര്യങ്ങളും അതിൻ്റെ കംപ്ലീറ്റ് ഇൻഫോർമേഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ബൈ.